എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് 2024 മാർച്ച് 1 കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ദ മേരാ പഹല വോട്ട് ദേശ് കെ ലിയെ ക്യാമ്പയിൻ വിത്ത് വിച്ച് മിനിസ്ട്രി? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏത് മന്ത്രാലയവുമായി ചേർന്നാണ് മേരാ പഹല വോട്ട് ദേശ് കെ ലിയെ ക്യാമ്പയിൻ ആരംഭിച്ചത്? എൻ്റെ ആദ്യ വോട്ട് രാജ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ള ഈ ക്യാമ്പയിൻ കൊണ്ടുവന്നത് ഏത് മിനിസ്ട്രിയാണ് എന്നാണ്. അതായത് ഇലക്ഷൻ കമ്മീഷനും പിന്നെ ഏത് മിനിസ്ട്രിയും കൂടി ചേർന്നാണ് നടപ്പാക്കിയെന്നാണ്. ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ബി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഓപ്ഷൻ സി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നോക്കുക. അടുത്തത്, what is the theme of Zero Discrimination Day 2024? Option A, to protect everyone's health. B, protect everyone's right. Option C, to protect everyone's health, protect everyone's right. Option D, save lives, decriminalize. Correct answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി, ടു പ്രൊട്ടക്റ്റ് എവരിവൺസ് ഹെൽത്ത്, പ്രൊട്ടക്റ്റ് എവരിവൺസ് റൈറ്റ് എന്നുള്ളതാണ് ഈ തീം ഓഫ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ 2024 ലക്ഷ്യം എന്ന് നോക്കുക. അടുത്താണ്, വാട്ട് ഈസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്? ഓപ്ഷൻ എ ന്യൂയോർക്ക്, ഓപ്ഷൻ ന്യൂഡൽഹി, ഓപ്ഷൻ സി ലണ്ടൻ, ഓപ്ഷൻ ഡി ടോക്കിയോ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ നോക്കുക. അടുത്താണ്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് നമുക്ക് നോക്കുകയാണെന്നുള്ളത്. ഇത് ഇന്ത്യയാണ് ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അലയൻസ് ക്രിയേറ്റ് ചെയ്തത്. ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അപ്പോൾ ഉറപ്പായിട്ടും ഇന്ത്യയിൽ തന്നെയാണ് നോക്കുക. ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് 150 കോടി 5 കൊല്ലത്തേക്ക് ലക്ഷ്യത്തിലേക്കാണ് മാറ്റിവെച്ചത്. അതേപോലെ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കൺസർവ് ചെയ്യുക. അതായത് ബിഗ് കാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ടൈഗർ, അതുപോലെ തന്നെ ലയൺ സിംഹം, പിന്നെ ലെപ്പേർഡ്, അതുപോലെ തന്നെ സ്നോ ലെപ്പേർഡ്, പ്യൂമ, ജാഗോർ, അതുപോലെ തന്നെ ചീറ്റ. ഇതാണ് ഈ ബിഗ് കാറ്റ്സ് എന്ന് പറഞ്ഞ മൃഗങ്ങൾ. അപ്പോൾ ഇതുങ്ങളെ സംരക്ഷിക്കാനും ഇതിനു വേണ്ടിയിട്ടാണ് ആസ്ഥാനം ആണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് 150 കോടി മാറ്റി വെച്ചിട്ടുണ്ടെന്നും കൂടി നോക്കി നോക്കാം. അടുത്താണ്, ഇന്ത്യസ് ഫസ്റ്റ് ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇത് ബിൽഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചാൽ ഇന്ത്യൻ, അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡാണെന്ന് നോക്കുക. ഇതൊരു ഇന്ത്യൻ, അതുപോലെ തന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്തത് നരേന്ദ്രമോദിയാണെന്ന് കൂടി നോക്കുക. സോ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫ്യൂവൽ ഹൈഡ്രജൻ ഫ്രീ ഡെവലപ്പ് ചെയ്ത് ആരാന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡാണെന്ന് നോക്കുക. ഇത് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണെന്ന് നോക്കുക. ഇതൊരു പാർട്ട് ഓഫ് ഹരിത നൗക ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗത്ത് ഡെവലപ്പ് ചെയ്തത് നോക്കുക. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വേറൊന്നുമില്ല, ഇതിൻ്റെ സീറോ എമിഷൻ, അതായത് കാർബൺ എമിഷൻ കുറയ്ക്കുക, സീറോ, അതുപോലെ തന്നെ ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ഫെറി ഡെവലപ്പ് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്, അതായത് നെറ്റ് സീറോ എമിഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. അത് 2070 ആകുമ്പോഴത്തേക്കും 2070 ആകുമ്പോഴത്തേക്കും കാർബൺ എമിഷൻ 0% ആക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കി ആലോചിക്കുക. സോ 2070 ആകുമ്പോഴത്തേക്കും ഇന്ത്യൻ കാർബൺ എമിഷൻ എത്ര ആവണം എന്നാണ്, 0% ആക്കണം. ഏത് കൊല്ലമാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 2070 ആകുമ്പോൾ 0 എമിഷൻ ആക്കണം എന്നാണ് ഇന്ത്യൻ്റെ ലക്ഷ്യം എന്നും കൂടി ഓർത്ത് വെക്കുക. സോ ഈ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ചെയർമാൻ്റെ MD ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധു എസ് നായരാണെന്നും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. സോ ഇന്ത്യയിലത്തെ ആദ്യത്തെ ഫ്യൂവൽ ഹൈഡ്രജൻ സെൽ ഡെവലപ്പ് ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതൊരു ഹരിത നൗക ഇനിഷ്യേറ്റീവ് ഭാഗമാണ്. സീറോ എമിഷൻ അച്ചീവ് ചെയ്യുക, അതുപോലെ തന്നെ നോയിസ് ഫ്രീ ആക്കുക. സോ ഇന്ത്യൻ്റെ ലക്ഷ്യമായിട്ടുള്ള നെറ്റ് സീറോ എമിഷൻ എന്നാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2070 ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ MD ചെയർമാൻ ചോദിച്ചു ആരാണെന്നും കൂടി നോക്കുക. അടുത്താണ്, കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
അതെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ 1972 ഏപ്രിൽ 29 കൂടി നോക്കി നോക്കുക. ഇത് മിറ്റ്സുബിഷി, അതായത് ജപ്പാൻ്റെ കമ്പനി ആയിട്ട് ചേർന്നിട്ടാണ് ഇന്ത്യൻ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ചതെന്ന് നോക്കുക. ഇതിലത്തെ ആദ്യത്തെ കപ്പൽ നിർമ്മാണം ആരംഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1978 ആണെന്ന് നോക്കുക. ഇതൊരു ഇന്ത്യൻ്റെ കമ്പനിയാണ്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഈ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഉടമസ്ഥയിൽ. ഏത് മിനിസ്ട്രിയിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർ ആണ് നോക്കുക. അതുപോലെ തന്നെ ഇതൊരു മിനി രത്ന സ്റ്റാറ്റുള്ള കമ്പനിയാണെന്ന് നോക്കുക. ഈ മിനി രത്ന, അതുപോലെ തന്നെ മഹാരത്ന പോലുള്ള നവരത്ന, അങ്ങനെ ഒരു 3 കമ്പനികളുണ്ട്. അതായത് 3 സ്റ്റാറ്റസ്, ഓരോ കമ്പനികൾക്കും സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്. അത് അതിൻ്റെ റവന്യൂ ഇതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ 3 തരത്തിലുള്ള സ്റ്റാറ്റസ് ഉള്ള കമ്പനികൾ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥയിലുണ്ട്. അത് 3 ഏതാണ് നമ്മൾ നോക്കുന്നതായിരിക്കും. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മിനി രത്ന കമ്പനിയാണെന്ന് നോക്കുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉടമസ്ഥയിലാണെന്ന് നോക്കുക. ഇനി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ എന്ന് ചോദിച്ചാൽ MV റാണി പത്മിനിയാണ് കൂടി നോക്കുക. സോ മാത്രമല്ല, ഇന്ത്യത്തെ നമുക്കറിയാം, ഇന്ത്യത്തെ ആദ്യത്തെ ഇൻഡിജിനസ് എയർക്രാഫ്റ്റ് കരിയർ നമ്മൾ ഡെവലപ്പ് ചെയ്ത എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. INS വിക്രാന്ത്, വിമാന വാഹിനി കപ്പലാണ് INS വിക്രാന്ത് എന്നും കൂടി നോക്കുക. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ MD ആൻഡ് ചെയർമാൻ ആൻഡ് MD ആരാന്ന് ചോദിച്ചാൽ മധുസ് നായരാണെന്നും കൂടി നോക്കുക. സോ കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നാണ് 1972 ഏപ്രിൽ 29 നോക്കുക. ഒരു കമ്പനിയാണ്. പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാർവേസിൻ്റെ കീഴിലാണ് നോക്കുക. 1978 ഇവിടെ കപ്പലിൻ്റെ പണി തുടങ്ങിയത്. പുതിയ കപ്പൽ നിർമ്മാണം ആരംഭിച്ചത് ജപ്പാന്റെ സഹായത്തോടു കൂടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നോക്കുക. നിർമ്മിച്ച ആദ്യ കപ്പൽ ഏതാണെന്ന് വെച്ചാൽ റാണി പത്മിനി നോക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ എയർക്രാഫ്റ്റ് കരിയറിലുള്ള INS നിർമ്മിച്ചത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡയറക്ടർ ആരാന്ന് നോക്കുക. അടുത്താണ് മൗറീഷ്യസിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഈ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയും മൗറീഷ്യസ് പ്രധാനമന്ത്രി അതാരാണെന്ന് കൂടി നോക്കുക കേട്ടോ. മൗറീഷ്യസ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പ്രവിന്ദ് ജഗ്നാഥ് ആണെന്ന് നോക്കുക. ഇവർ രണ്ടും കൂടി ചേർന്നിട്ട് മൗറീഷ്യസിൽ തന്നെ ഒരു ജെട്ടിയും അതേപോലെ ജെയിംസ് ജെട്ടി, അതുപോലെ തന്നെ എയർ സ്ട്രിപ്പും കൂടി ഇന്നോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയും അതുപോലെ തന്നെ പ്രവിന്ദ് ജഗ്നാഥും കൂടി ചേർന്നിട്ട്. അതെവിടെ അഗലേഖ ഐലൻഡിലാണെന്ന്, അത് മൗറീഷ്യസിലാണെന്നും കൂടി നോക്കാം. അതായത് ഇത് ഇന്ത്യൻ്റെ ഒരു നെയ്ബർഹുഡ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇതും കൂടി നോക്കുക. അത് നെയ്ബർഹുഡാണ് ഏറ്റവും പ്രധാനം, അവർക്ക് മുൻഗണന കൊടുക്കണം എന്ന ഉദ്ദേശത്തിൽ കൂടിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. സോ നരേന്ദ്രമോദിയും പ്രവിന്ദ് ജഗ്നാഥും കൂടി ചേർന്നിട്ട് ബോട്ട് ജെട്ടിയും അതുപോലെ തന്നെ എയർ സ്ട്രിപ്പും ഇനോഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയെന്ന് ചോദിച്ചാൽ അഗലേഖ ഐലൻഡിലാണ് നോക്കുക, മൗറീഷ്യസിലാണ് നോക്കുക. നെയ്ബർഹുഡ് ഫസ്റ്റ് പോളിനാൽ ഇതിൻ്റെ ഭാഗമായിട്ടാണ് കൂടി നോക്കുക. അടുത്താണ് LGBTQ ബിൽ. എന്താ LGBTQ ബിൽ എന്ന് നോക്കാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ്ബിയൻ, G എന്ന് പറഞ്ഞാൽ ഗേ, B എന്ന് പറഞ്ഞാൽ ബൈസെക്ഷൽ, T എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ, Q എന്ന് പറഞ്ഞാൽ ഫസ്റ്റ്. സോ അതായത് ഈ നമുക്കറിയാം ഗേ പോലെ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന പോലെ ഈ തരത്തിലുള്ള ആൾക്കാർക്ക്, അതായത് ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ബാധിക്കുന്നതിന് എതിരായിട്ട് വേണ്ടിയിട്ടാണ് ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് കൊണ്ടുവന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഗാനയാണെന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇവർ ഗാന എന്ന് പറയുന്ന അവരുടെ ഫാമിലി വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. മൂല്യങ്ങൾക്ക്, അതായത് കുടുംബ മൂല്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇമ്മാരി ആക്ടിവിറ്റീസ്, അതായത് ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ പോലുള്ള ആക്ടിവിറ്റീസ് അവർ എതിർക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ബില്ല് പ്രകാരം ഈ ഇന്ത്യക്കാർക്ക് പ്രോത്സാഹനം ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അവർക്ക് 5 വർഷ തടവാണ് ഈ ബില്ല് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഐഡൻറ്റിറ്റിയുമായുള്ള തിരിച്ചറിയൽ കുറ്റകരമാക്കുന്നു. എന്ന് വെച്ചാൽ ഇവർ ഈ ഇതാണ് എന്ന് പറഞ്ഞതൊക്കെയാണ് ഇവർക്കും ഒരു 3 വർഷ തടവ് കിട്ടും. സോ ഈ LGBTQ ബിൽ പാസ്സാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LGBTQ ബില്ലിന് എതിരെ, അതായത് ഇത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവന്ന ഏത് രാജ്യമെന്ന് ചോദിച്ചാൽ ഗാനയാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഇവർ കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങാരി ആക്ടിവിറ്റീസിനെ അവർ എതിർന്നു. ഇങ്ങനെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് 5 വർഷ തടവ് കിട്ടും. ഐഡന്റിറ്റി
LGBT ആയിട്ട് അതായത് ഈ ഇങ്ങനെ LGBT അതായത് ഇവർ ഈ ഐഡൻറ്റിറ്റിയുമായിട്ട് നടക്കുകയാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ തടവും കൊടുക്കുന്ന ബില്ലും കൂടിയാണ് ഈ ആൻറ്റി LGBT ബിൽ പാസ്സാക്കിയത് ഗാനയാണെന്നും കൂടി നോക്കാം. പിന്നെ ഈ ബില്ലിനെതിരെ ഈ ഗാന ഈ ബില്ല് കൊണ്ടുവന്നപ്പോൾ അതിന് എതിരെ എതിർത്ത ഒരു വോൾക്കർ ടർക്ക് എന്ന് പറഞ്ഞാൽ ഈ വോൾക്കർ ടർക്ക് ആരാന്ന് ചോദിച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. UN ഹൈ കമ്മീഷണർ ആണ് നോക്കുക. UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് നോക്കുക. അതിൻ്റെ കമ്മീഷണർ ആണെന്ന് നോക്കുക. UN ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഡയറക്ടർ അല്ലെങ്കിൽ ജലാരം ചോദിച്ചാൽ വോൾട്ടർ ടർക്സ് ആണെന്ന് കൂടി നോക്കുക. അദ്ദേഹം ഈ ബില്ല് എതിർത്തു. അതായത് ഇങ്ങനെ പാടില്ല എന്ന് പറഞ്ഞു, അതായത് ഇങ്ങനെ ബില്ല് കൊണ്ടുവരാൻ പാടില്ല, അവരുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഈ വോൾക്കർ ടർക്സ് പറഞ്ഞത്. അടുത്ത ഇനി അതിനെ പറ്റി നോക്കാം. ഈ ഗാന നമുക്ക് ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കാണാം. ഇതാണ് ഈ ഗാന. ഓക്കെ, താഴത്തെ ചിത്രത്തിൽ കാണുന്നതാണ്. ഇത് ആഫ്രിക്കേൻ്റെ ഭാഗം, ഇവിടെ അറ്റ്ലാന്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, അറ്റ്ലാന്റിക് ഓഷ്യൻ ഈ ഭാഗത്താണ് ഈ ഗാന വരുന്നത്. ഓക്കെ, ഇതാ ഈ വലിയ ചിത്രത്തിൽ കാണുന്നത് ഗാനയാണ്. ഇതാ ഓക്കെ, ഇതാണ് ഗാന. ഓക്കെ, സോ ഇതിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അക്രയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ ടെഡിയാണെന്ന് നോക്കുക. പിന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ നാനാ കുഫോ ആണെന്ന് നോക്കാം. 3.2 കോടി ജനസംഖ്യയുണ്ട്. വെസ്റ്റ് ആഫ്രിക്കൻ നാഷനാണെന്നും കൂടി നോക്കാം. സോ ഗാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ആഫ്രിക്കൻ നാഷനാണ്. അതുപോലെ തന്നെ അക്രയാണ് തലസ്ഥാനം. പിന്നെ കുഫോ അഡോ അതാണ് അവിടുത്തെ പ്രസിഡന്റ്. 3.2 കോടി ജനങ്ങളുണ്ടെന്ന് നോക്കുക. കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ നോക്കുക. അടുത്താണ് നാഷണൽ ലോജിസ്റ്റിക്സ് പ്ലാൻ ആൻഡ് പോളിസി. നാഷണൽ കോൾ ലോജിസ്റ്റിക്സ് പ്ലാൻ ആൻഡ് പോളിസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ബിൽ, അതായത് ഈ ഇങ്ങനെ ഒരു പ്ലാനും പദ്ധതിയും കൊണ്ടുവന്ന് ആരാന്ന് ചോദിച്ചാൽ യൂണിയൻ മിനിസ്റ്റർ ഫോർ കോൾ മൈൻസ് ആൻഡ് പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയാണ് ഈ ബില്ല് കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഈ പോളിസി കൊണ്ടുവന്ന് നോക്കുക. അതായത് ഇത് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഇത് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. അതായത് 2029-30 സാമ്പത്തിക വർഷത്തോടുകൂടി കൽക്കരി ഗതാഗതത്തിൽ റെയിൽവേൻ്റെ ഉപയോഗം 87% ആക്കണം. ഓക്കെ, ഒന്നിതാണ്. സോ നാഷണൽ കോൾ ലോജിസ്റ്റിക്സ് പ്ലാൻ ആൻഡ് പോളിസിൻ്റെ മെയിൻ പർപ്പസ് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് കൽക്കരിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ മെയിൻലി റെയിൽവേ വഴി ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് 87% റെയിൽവേ കൂടെ ആയിരിക്കണം ട്രാൻസ്പോർട്ടേഷൻ എന്നാണ് പറയുന്നത് 2029-30 ആകുമ്പോഴത്തേക്കും. 2030 ആകുമ്പോഴത്തേക്കും കൽക്കരി ഉപയോഗം 980 ദശലക്ഷം ടണ്ണിൽ നിന്നും 1.5 ബില്യൺ ടണ്ണിലേക്ക് ഉയർത്തണം. ഇതിൻ്റെ അടുത്ത 2030 ആകുമ്പോഴത്തേക്കും 950 ദശലക്ഷം ടണ്ണിൽ നിന്നും 1.5 ബില്യൺ ടണ്ണിലേക്ക് ഈ കൽക്കരിൻ്റെ ഉപയോഗം കൂട്ടണം. അതേപോലെ തന്നെ കാർബണിൻ്റെ എമിഷൻ, അതായത് കാർബൺ പുറത്തേക്ക് തള്ളുന്നത് വിധം ഓരോ വർഷം എന്നാണ് അതിൻ്റെ മൂന്നാമത്തെ ഒരു ലക്ഷ്യം. അതേപോലെ തന്നെ രാജ്യവ്യാപകമായി ശരാശരി വേഗൻ ടേൺ റൗണ്ട് സമയത്തിൽ 10% കുറവ്, അതായത് വേഗൻ ടേൺ റൗണ്ട് 10% കുറവ് വരുത്തണം എന്നാണ് നാലാമത്തെ ലക്ഷ്യം. അഞ്ചാമത്തെ റെയിൽ ലോജിസ്റ്റിക്സ് ചെലവിൽ 14% കുറവ്, 21,000 കോടിയുടെ ലാഭം. അതായത് ചെലവ് 14% കുറയ്ക്കുക, ലാഭം 21,000. സോ ഇതാണ് നാഷണൽ കോൾ ലോജിസ്റ്റിക്സ് പ്ലാൻ ആൻഡ് പോളിസി. അതായത് നമുക്കൊന്നും കൂടി പറയാം. നാഷണൽ കോൾ ലോജിസ്റ്റിക്സ് പ്ലാൻ ആൻഡ് പോളിസി പ്രഹ്ലാദ് ജോഷിയാണ് കൊണ്ടുവന്നത്. ഇതിൻ്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ 2030 ആകുമ്പോഴത്തേക്കും കോളിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ 87% റെയിൽവേ വഴിയായിരിക്കണം. 1. 2. കാർബൺ എമിഷൻ 1,00,000 ടണ്ണ് വെച്ചിട്ട് ഓരോ കൊല്ലം കുറക്കണം. 3. ഇതിൻ്റെ ഉപഭോഗം 950 ദശലക്ഷത്തിൽ നിന്നും 1.5 ബില്യൺ ടണ്ണായിട്ട് കൂട്ടണം. ഇതിൻ്റെ ചെലവ് 14% കുറക്കണം, 21,000 കോടിൻ്റെ ലാഭം ഉണ്ടാക്കണം. വേഗൻ ടേൺ ഓവർ 10% കുറക്കണം. ഇതാണ് ഇതിൻ്റെ ലക്ഷ്യം നോക്കുക. അടുത്താണ് ഡേയ്സിനെ പറ്റിയാണ്. അതായത് മാർച്ച് പ്രധാന ഡേയ്സ് ആണ്. 1 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ, അതിൻ്റെ തീം നമ്മൾ പറഞ്ഞിരുന്നു. 2 അത് വേൾഡ് സീഗ്രാസ് ഡേ, അതുപോലെ തന്നെ വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ. സോ മാർച്ച് 1 ആചരിക്കുന്നത് എന്തൊക്കെയായിട്ടാണെന്ന് ചോദിച്ചാൽ, 1 സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ,
അതുപോലെ വേൾഡ് സീഗ്രാസ് ഡേ. 3 വേൾഡ് സിവിൽ ഡിഫൻസ്. കുറച്ച് ചോദ്യമാണ്. ചീഫ് മിനിസ്റ്റർ യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് സ്കീംസ് ലോഞ്ച്ഡ് ബൈ വിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റ്? യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം ലോഞ്ച് ചെയ്ത ഏത് ഗവൺമെന്റ് ആണെന്നാണ്. ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ആസാം, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി മിസോറാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നാഗാലാൻഡ് ആണ്. നോക്കുക. ഈ അതായത് ഈ യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് സ്കീം കൊണ്ട് വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ഇൻഷുറൻസ് കവറേജ് ആയിട്ട് ഒരു 2 ലക്ഷം. ഓക്കെ. അതുപോലെ തന്നെ ആക്സിഡൻറ്റ് അതിനും ഒരു കവറേജ് ആയിട്ട് 2 ലക്ഷം. പിന്നെ 15 കോടിൻ്റെ ഒരു പ്രൊവിഷനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ യൂണിവേഴ്സൽ ലൈഫ് ഇൻഷുറൻസ് കൊണ്ട് നാഗാലാൻഡ് നോക്കാം. 2 ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവറേജും പിന്നെ സാധാ ഇൻഷുറൻസ് കവറേജ് ആയിട്ടുള്ള 2 ലക്ഷം കൂടിയാണ് പദ്ധതി പ്രകാരം. പിന്നെ ഒരു പ്രൊവിഷൻ 15 കോടി അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നാഗാലാൻഡിനെ പറ്റിയിട്ട് അതാണ് നാഗാലാൻഡും കാര്യം. നാഗാലാൻഡ് ഒരു നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ആണെന്ന് നോക്കാം. ഓക്കെ. ഇതിൻ്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ കോഹിമയാണ് നോക്കാം. ഇതിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ നെപ്യൂറിയോ ആണ്. ഗവർണർ ലാനേഷനാണ്. 16 ജില്ലകളുണ്ട് നാഗാലാൻഡ്. ഓക്കെ. സോ കോഹിമേൻ്റെ നാഗാലാൻഡ് തലസ്ഥാനം മുഖ്യമന്ത്രി നെപ്യൂറിയോ, ലാഗണേശനാണ് അവിടുത്തെ ഗവർണർ. 16 ജില്ലയുണ്ട്. പിന്നെ അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അതായത് അവിടുത്തെ ഫ്ലവറാണ് റോഡോഡെൻഡ്രോൺ. അതുതന്നെ അവിടുത്തെ അനിമലാണ് മിഥുൻ എന്നറിയപ്പെടുന്നത്. പിന്നെ ബേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ട്രാഗോപ്പൻ ആണ് നോക്കാം. അടുത്ത മരം ആൾട്ടർ. സോ അടുത്ത ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ റോഡോഡെൻഡ്രോൺ ആണ്. മിഥുനാണ് അവിടുത്തെ അനിമൽ. അടുത്തോട് ആൾട്ടറാണ് അവിടുത്തെ മരം. ഏരിയ എത്ര ചോദിച്ചാൽ 16,500 സ്ക്വയർ കിലോമീറ്റർ ആണ് നോക്കാം. ഓക്കെ. നമ്മുടെ കേരളത്തിൻ്റെ ആണെങ്കിൽ 38,863 സ്ക്വയർ കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ നേരെ പൈതിയാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 16,500 സ്ക്വയർ കിലോമീറ്റർ ആണ് അവിടുത്തെ ഏരിയ. ഇതെന്ന് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ December 1, 1963 ആണ് നോക്കുക. നാഗാലാൻഡിന് വേറെ പേരുണ്ട്. ഒന്ന് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്, ലാൻഡ് ഓഫ് നാഗാസ്, അതുപോലെ തന്നെ ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. സോ നാഗാലാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ തലസ്ഥാനം കോഹിമ, അതുപോലെ തന്നെ നെപ്യൂറിയാണ് അവിടുത്തെ മുഖ്യമന്ത്രി, ലാഗണേശനാണ് അവിടുത്തെ ഗവർണർ. 16 ജില്ലയുണ്ട്. ഇനി അനിമൽ ഏതാണ്? മിഥുനാണ്. ബേർഡ് ട്രാഗോപ്പനാണ്. മരം ട്രീ ഏതാണെന്ന് ചോദിച്ചാൽ ആൾഡറാണ്. ഫ്ലവർ ഏതാണെന്ന് ചോദിച്ചാൽ റോഡോഡെൻഡ്രോൺ ആണെന്ന് നോക്കാം. 1963 December 1 ഈ നാഗാലാൻഡ് വന്നതെന്നും കൂടി നോക്കുക. പിന്നെ ഏരിയ എത്രയെന്ന് ചോദിച്ചാൽ 16,500 സ്ക്വയർ കിലോമീറ്റർ ആണെന്ന് നോക്കാം. ഈ നാഗാലാൻഡ് നമ്മൾ വേറെ പേരെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ലാൻഡ് ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് വിളിക്കും, ലാൻഡ് ഓഫ് നാഗാസ് എന്ന് വിളിക്കും, അതുപോലെ തന്നെ ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നും കൂടി വിളിക്കും. അടുത്തിടെ വാർത്തകളിൽ കണ്ട കുലശേഖരപട്ടണം സ്പേസ് പോർട്ട് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യം. പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ഈ കുലശേഖരപട്ടണം എവിടെയാണെന്നുള്ളത്. ഓപ്ഷൻ എ കർണാടക, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ഗുജറാത്ത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി തമിഴ്നാടാണ് നോക്കുക. അടുത്തതാണ് വാട്ട് ഈസ് ബയോട്രിക് റീസെൻ്റ്ലി സീൻ ന്യൂസ്. അടുത്തിടെ വാർത്തകളിൽ കണ്ട ബയോട്രിക് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജി, അതായത് മാലിന്യ സംസ്കരണ സാങ്കേതികവിദ്യ. ഓപ്ഷൻ മെത്തേഡ് യൂസ്ഡ് ഫോർ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ, അതായത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു രീതി. ഓപ്ഷൻ സി ടാങ്ക് ക്ലീനിങ് റോബോട്ട്, ടാങ്കൊക്കെ വൃത്തിയാക്കുന്ന റോബോട്ട്. ഓപ്ഷൻ ഡി ടെക്നിക് ടു റിമൂവ് പെസ്റ്റ് ഫ്രം ക്രോപ്പ്, വിളകളിൽ നിന്ന് കീടങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു സാങ്കേതികത. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്കാണെന്ന് നോക്കുക. ഓക്കെ. വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജിയാണ് ഈ വേസ്റ്റ് ബയോട്രിക് എന്നുള്ളത് നോക്കുക. അടുത്താണ് റീസെൻ്റ്ലി സൗത്ത് അമേരിക്കൻ കൺട്രി ഹാസ് ഡിക്ലെയർഡ് ഹെൽത്ത് എമർജൻസി ഡ്യൂ ടു റൈസിങ് കേസസ് ഓഫ് ഡെങ്കി ഫീവർ. ഡെങ്കി ഫീവർ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കേ അമേരിക്കൻ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ചിലി, ഓപ്ഷൻ ബി പെറു, ഓപ്ഷൻ സി അർജന്റീന, ഓപ്ഷൻ ഡി ബൊളീവിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി പെറു ആണെന്ന് നോക്കാം.
അടുത്താണ് പാസ് 1 റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഈസ് ലോഞ്ച് ബൈ ചിക്രി. ഈ പാസ് 1 എന്ന് പറഞ്ഞ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണെന്നാണ്. ഓപ്ഷൻ എ സൗത്ത് കൊറിയ, ഓപ്ഷൻ ബി ഇറാഖ്, ഓപ്ഷൻ ആണ് ഓപ്ഷൻ ഡി സൗദി അറേബ്യ. കറക്റ്റ് ഓപ്ഷൻ സി ഇറാൻ. അടുത്താണ് NSO ഇന്ത്യയുടെ GDP വളർച്ച എസ്റ്റിമേറ്റ് പുതുക്കി. ഓക്കെ, NSO ഇതിനു മുമ്പ് നമ്മുടെ GDP ഗ്രോത്ത് എത്ര ആവണം കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, മാറ്റം വന്നിരുന്നു. ഓക്കെ, ഇപ്പോൾ NSO ഇന്ത്യ GDP എത്ര പ്രെഡിക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ 2022-23 മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തത് 7.2% ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അത് 2022-23 കാലഘട്ടത്തിൽ അതേപോലെ തന്നെ 2023-24 കാലഘട്ടത്തിലേക്ക് അവർ പ്രെഡിക്റ്റ് ചെയ്തത് 7.3% ആയിരുന്നു. അത് അവരിപ്പോൾ ഇൻക്രീസ് ചെയ്തു 7.6% ആക്കി എന്നും കൂടി നോക്കാം. ഓക്കെ, സോ അതാണ് ഹു ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് NSG. NSGന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്ന ചോദ്യം. ഓപ്ഷൻ എ ദൽബീർ സിംഗ് ചൗധരി, ഓപ്ഷൻ ബി ദൽജിത് സിംഗ് ജി, ഓപ്ഷൻ സി MA ഗണപതി, ഓപ്ഷൻ ഡി അനൂപ് കുമാർ സിംഗ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദൽജിത് സിംഗ് ചൗധരിയാണെന്ന് നോക്കാം. അടുത്താണ് നമുക്ക് കുറച്ച് ആൾക്കാർ, അതായത് NSG എന്താണെന്ന് കാര്യങ്ങൾ നോക്കാം. ഈ NSG എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാറ്റ്സ് എന്ന് നമുക്കറിയാം. പൊതുവെ കേട്ടുപരിച്ചുള്ള ബ്ലാക്ക് കാറ്റ്സിനെ തന്നെയാണ് NSG എന്ന് അറിയപ്പെടുന്നത്. ഇവർ കൗണ്ടർ ടെററിസം, അതായത് ടെററിസവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നേരിടാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു ഏജൻസിയാണ് NSG എന്ന മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിലാണ് വരുന്നത് നോക്കുക. അതേപോലെ തന്നെ അവർ എപ്പോഴും നമുക്കറിയാം ഇവരുടെയൊക്കെ ആസ്ഥാനം അധികം ന്യൂഡൽഹിയിൽ തന്നെ ആയിരിക്കും. ഇത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ ശേഷം, അതായത് നമുക്കറിയാം 1984 ഓപ്പറേഷൻ നടത്തിയിരുന്നു. ആ ഓപ്പറേഷന് ശേഷമാണ് ഈ NSG സംഘടന രൂപീകരിച്ചതും. അതായത് ഫൗണ്ട് ചെയ്തത് 1984 ഒക്ടോബർ 16 ആണെന്ന് നോക്കാം. ഓക്കെ, 1984 ഒക്ടോബർ 16 ഈ NSG രൂപീകരിച്ചതെന്ന് നോക്കാം. പക്ഷെ എന്നാൽ ഇതിൻ്റെ അംഗീകാരം, പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1986 നോക്കാം. 96 സെപ്റ്റംബർ 22 നോക്കാം. സോ NSG എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കാറ്റ്സ് ആണ്. കൗണ്ടർ ടെററിസം നേരിട്ടുള്ള ആൾക്കാരാണ് NSG. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിൽ, സോറി ഹോം അഫയേഴ്സിൻ്റെ കീഴിലാട്ടോ, ഡിഫൻസ് അല്ല, ഹോം അഫയേഴ്സിൻ്റെ ആണ് ചോദിച്ചാൽ ന്യൂഡൽഹിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷമാണ് ഇവർ രൂപീകരിച്ചതെന്ന് നോക്കുക. 1984 ഒക്ടോബർ 16 ഇവർ ഫൗണ്ട് ചെയ്ത്. എന്നാൽ നിലവിൽ വന്നതും അത് പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1986 നോക്കുക. ഓക്കെ, 1986 സെപ്റ്റംബർ 22 നോക്കുക. അടുത്താണ് ഏത് രാജ്യവുമായി ഫാർമക്കോപ്പിയ അംഗീകാരം സംബന്ധിച്ച് ഇന്ത്യ ചരിത്രപരമായ ധാരണാപത്രം ഒപ്പുവെച്ചു? ഇന്ത്യ സൈൻഡ് ഹിസ്റ്റോറിക് റെക്കഗ്നേഷൻ വിത്ത് ഫാർമക്കോപ്പിയ അംഗീകാരം ഒപ്പുവെച്ചതെന്നാണ്. ഓപ്ഷൻ എ നിക്കോഷ്യ, ഓപ്ഷൻ ബി പരാഗ്വേ, ഓപ്ഷൻ സി നിക്കരാഗ്വേ, ഓപ്ഷൻ ഡി പോളണ്ട്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നിക്കരാഗ്വേ ആണെന്ന് നോക്കുക. ഈ നിക്കരാഗ്വേനെ പറ്റി നമുക്ക് നോക്കാം. ഇതൊരു ആക്ച്വലി ഒരു നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലുള്ള ഒരു കോണ്ടിനെന്റ്. അതായത് നമുക്കറിയാം സൗത്ത് അമേരിക്ക എന്ന് പറഞ്ഞ 2 കോണ്ടിനെന്റ് ഉണ്ടല്ലോ. അതിൽ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിലാണ് ഈ നിക്കരാഗ്വ വരുന്നത്. എന്നാൽ അത് സെൻട്രൽ അമേരിക്കേൻ്റെ ഭാഗമായിട്ടുമാണ് കിടക്കുന്നത്. അതായത് നോർത്ത് അമേരിക്ക അതുപോലെ സെൻട്രൽ അമേരിക്ക വാലുപോലെ തൂങ്ങിക്കിടക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ, അവിടെയാണ് ഈ നിക്കരാഗ്വ അതെന്ന് നോക്കുക. ഇതിൻ്റെ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ മനാഗ്വേ ആണെന്ന് നോക്കുക. പിന്നെ കറൻസി കോർഡോബയാണ്. അതുപോലെ തന്നെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ ഡാനിയൽ ഒർട്ടേഗയാണെന്ന് നോക്കുക. സ്പാനിഷ് ആണ് അവിടുത്തെ ഭാഷ. ഓക്കെ, എന്നും കൂടി നോക്കുക. സോ ക്യാപിറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനാഗ്വയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ കോർഡോബയാണ്. പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ കോണ്ടിനെന്റ് ആണ്. അതുപോലെ തന്നെ സെൻട്രൽ അമേരിക്കൻ്റെ ഭാഗമായിട്ടും കിടക്കുകയാണെന്ന് നോക്കുക. സ്പാനിഷ് ആണ് അവിടുത്തെ കറൻസി, സോറി ഭാഷ. സെൻട്രൽ അമേരിക്കൻ കൺട്രിയാണ് നോക്കുക.
അടുത്താണ് കുറച്ച് കാര്യമാണ്. ഈ സ്വാലോയിങ് ദ സൺ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയത് ചോദിച്ചാൽ ലക്ഷ്മി മഹേശ്വരി പുരിയാണെന്നും കൂടി നോക്കാം. ഓക്കെ, സോ സ്വാലോയിങ് ദ സൺ എന്ന പുസ്തകം ആരാന്ന് ചോദിച്ചാൽ ലക്ഷ്മി മുരുദേശ്വർ പുരിയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ സുവോളജിക്കൽ ഓഫ് ഇന്ത്യ ഈ അടുത്ത് ഈ വെസ്റ്റ് ബംഗാൾ ഒഡീസ തീരത്ത് നിന്നും ഒരു കടൽ സ്ലാഗിനെ കണ്ടെത്തിയിട്ട് അതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലനോക്ലാമിസ് ദ്രൗപദി എന്നായിരിക്കുന്നു. ഓക്കെ, സോ സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ അടുത്ത്, അതായത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ അടുത്ത് സ്ലാഗിനെ കണ്ടെത്തിയിരുന്നു. അതായത് എവിടെ വെച്ചാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒറീസ അത് വെസ്റ്റ് ബംഗാളിന്റെ തീരത്ത് നിന്ന് കണ്ട പുതിയ തരം കടൽ സ്ലാഗ് പായൽ പോലെ അതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെലനോക്ലോമിസ് ദ്രൗപദി എന്നാണ്. അതായത് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമുവിന്റെ പേരിലേക്കാണ് ഈ കടൽ സ്ലാഗിന് പേര് കൊടുത്തതെന്ന് നോക്കാം. അടുത്താണ് 4-day തവി ഫെസ്റ്റിവൽ എവിടെയാണ് നടപ്പാക്കിയെന്ന് ജമ്മുവാണെന്ന് കൂടി നോക്കാം. അടുത്താണ് ബ്രയൻ മണി ആരാന്ന് ചോദിച്ചാൽ ഫോർമർ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആണ്, അദ്ദേഹം മരിച്ചു എന്ന് നോക്കാം. അതേപോലെ തന്നെ ലോകത്തിലെ ഇപ്പോഴും സംസാരിക്കപ്പെടുന്ന ഏറ്റവും പഴയ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഈജിപ്ഷ്യനാണ് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ ഒരു കണക്കെപ്പോഴുടെ കണക്ക് വന്നിരുന്നു. അത് പ്രകാരം ഏതാണ്ട് 13,874 ലെപ്പേർഡ്സ് ഇന്ത്യ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് 13,874 ലെപ്പേർഡ്സ് ഇന്ത്യയിലുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ എവിടെയാണെന്ന് ചോദിച്ചാൽ സംസ്ഥാനം ഏറ്റവും കൂടുതൽ ലെപ്പേർഡുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. മധ്യപ്രദേശാണ്. 2 മഹാരാഷ്ട്ര, 3 കർണാടക, 4 തമിഴ്നാടാണ്. പിന്നെ അതേപോലെ തന്നെ നാഷണൽ ബർത്ത് ഡിഫക്റ്റ് അവയർനെസ് മന്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ലോഞ്ച് ചെയ്ത ആരാന്ന് ചോദിച്ചാൽ നീതി ആയോഗാണ്. നാഷണൽ ബർത്ത് ഡിഫക്ട്നെസ് മന്ത് നീതി ആയോഗാണ് ലോഞ്ച് ചെയ്തതെന്ന് നോക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലാണെന്ന് നോക്കുക. ഇത് സ്ഥാപിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ സ്ഥാപിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ പവർ ചിപ്പ് തായ്വാൻ എന്ന് പറഞ്ഞ കമ്പനിയും കൂടി ചേർന്നിട്ടാണ് കൂടി നോക്കുക. സോ സ്വാളോയിങ് എന്ന ദ ബുക്ക് എന്ന് പുതിയത് ആരെന്ന് ചോദിച്ചാൽ ലക്ഷ്മി മുരുദേശ്വർ പുരിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഒരു കടൽ സ്ലാഗിനെ കണ്ടെത്തിയിട്ടുണ്ട് വെസ്റ്റ് ബംഗാൾ, അതുപോലെ തന്നെ ഒറീസ തീരത്തു നിന്നും. അതിന് പേര് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ മെലനോക്ലോമിസ് ദ്രൗപദിയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ 4-day തവി ഫെസ്റ്റിവൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ജമ്മുവിലാണെന്ന് നോക്കുക. ബ്രയൻ മുൾഡറി ആരാന്ന് ചോദിച്ചാൽ പഴയ ഫോർമർ കാനേഡിയൻ പ്രൈം മിനിസ്റ്റർ ആണ്, അദ്ദേഹം മരിച്ചു നോക്കുക. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഇപ്പോഴും സംസാരിക്കപ്പെടുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ ഈജിപ്ഷ്യൻ ഭാഷയാണെന്ന് നോക്കുക. ഇന്ത്യയിലെ പുലി കണക്ക് പ്രകാരം 13,874 ലെപ്പേർഡ്സ് ഉണ്ടെന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ്, 2ാമത്തെ മഹാരാഷ്ട്ര, 3 കർണാടക, 4 തമിഴ്നാടാണെന്നും കൂടി നോക്കുക. അതേപോലെ തന്നെ നാഷണൽ ബർത്ത് ഡിഫക്റ്റ് അവയർനെസ് മന്ത് ലോഞ്ച് ചെയ്ത ആരെന്ന് ചോദിച്ചാൽ നീതി ആയോഗ് നോക്കുക. ഇന്ത്യയിലത്തെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ചോദിച്ചാൽ ഗുജറാത്തിലാണ്. സ്ഥാപിച്ച ആരാന്ന് ചോദിച്ചാൽ ടാറ്റ ഗ്രൂപ്പും അതുപോലെ തന്നെ പവർ ചിപ്പ് തായ്വാനും കൂടി ചേർന്നിട്ടാണെന്ന് നോക്കുക. അടുത്താണ് ലോകത്തിലത്തെ ആദ്യത്തെ വേൾഡ്സ് ഫസ്റ്റ് വേദിക് ക്ലോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉജ്ജയിനിലാണെന്ന് നോക്കാം, മധ്യപ്രദേശിലാണെന്ന് നോക്കാം. ഓക്കെ, ലോകത്തിലെ ആദ്യത്തെ വേദിക് ക്ലോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉജ്ജയിനിലാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഈ അടുത്ത് DGCA, ഓക്കെ, നമ്മുടെ ഈ വ്യോമയാനം കൺട്രോൾ ചെയ്യുന്ന ഈ DGCA അംഗീകാരം കൊടുക്കുന്നതും എല്ലാം ഈ അടുത്ത് എയർ ഇന്ത്യക്ക് ഒരു ഫൈൻ കൊടുത്തു. എത്രയെന്ന് ചോദിച്ചാൽ 30 ലക്ഷമാണ്. ഒരു 80 വയസ്സുകാരുടെ മരണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനാണ് ഈ DGCA എയർ ഇന്ത്യയെ ഫൈൻ ചെയ്തത് നോക്കുക. എത്രയാണെന്ന് ചോദിച്ചാൽ 30 ലക്ഷമാണെന്ന് നോക്കുക. എയർ ഇന്ത്യക്കാണ് ഫൈൻ ചെയ്തതെന്ന് കൂടി നോക്കുക. അടുത്താണ് വേൾഡ് ബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റീൻ്റെ പുതിയ ഡയറക്ടർ അറ്റ് ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസ്. അതായത് ലോകബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റിയിലെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസിലെ പുതിയ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗീത ബത്രയാണെന്ന് നോക്കാം. അടുത്താണ് ഗർഭിണി GA2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് എക്സാക്ട് ഡേറ്റ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു AI ടെക്നോളജിയാണ് ഈ ഗർഭിണി GA2 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. ഇത് ഡെവലപ്പ് ചെയ്ത് IIT മദ്രാസും അതേപോലെ തന്നെ ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഫരീദാബാദും കൂടി ചേർന്നാണ് ഡെവലപ്പ് ചെയ്തതെന്നും കൂടി നോക്കുക.
അടുത്തതാണ് 1961 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏതാണ്ട് സംസാരിക്കുന്ന ലാംഗ്വേജുകളുടെ എണ്ണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1554 ഭാഷകൾ സംസാരിക്കേണ്ടതെന്നാണ് കണക്ക്. 1961 കണക്ക് പ്രകാരമാണ് ഈ 1554 ലാംഗ്വേജ് എന്ന് നോക്കാം. അടുത്തതാണ് ഇന്ത്യയിലെ ലോങ്ങസ്റ്റ് നീളം കൂടിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ ദ്വാരകയിലാണെന്ന് നോക്കാം. അത് ഓക്കിയും അതുപോലെ തന്നെ ബെയ്ത്തു ദ്വാരക ഐലൻഡിൻ്റെയും കൂടി കണക്ട് ചെയ്തിട്ടാണ് നോക്കുക. ഇതിനെ സുദർശൻ സേതു എന്നും വിളിക്കുന്നുണ്ട്, അതേപോലെ തന്നെ സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും കൂടി വിളിക്കുന്നുണ്ട്. സോ ലോകത്തിലത്തെ ആദ്യത്തെ വേദിക് ക്ലോക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉജ്ജയിൻ നോക്കുക. DGCA 30 ലക്ഷം പിഴ ചുമത്തിയിട്ടുണ്ട്, അത് എയർ ഇന്ത്യക്കാന്ന് നോക്കുക. അതേപോലെ തന്നെ വേൾഡ് ബാങ്കിൻ്റെ ഗ്ലോബൽ എൻവയോൺമെൻറ്റ് ഫെസിലിറ്റി, അതായത് ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ ഓഫീസിലെ പുതിയ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അപ്പോൾ എത്രയാന്ന് നോക്കുക. അതേപോലെ തന്നെ ഗർഭിണി എന്ന് പറഞ്ഞിട്ടുള്ള GA2 മോഡൽ ഡെവലപ്പ് ചെയ്തത് IIT മദ്രാസും ട്രാൻസ്ലേഷണൽ ഹെൽത്ത് സയൻസ് ആൻഡ് ടെക്നോളജി ഫരീദാബാദും കൂടി ഡെവലപ്പ് ചെയ്തു നോക്കുക. 1961 സെൻസസ് ഇന്ത്യൻ്റെ സെൻസസ് പ്രകാരം 1554 ഭാഷകൾ ഇന്ത്യയിൽ സംസാരിക്കേണ്ടതെന്നാണ് കണക്ക്. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് നീളം കൂടിയ കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ ദ്വാരകയാണ്. കേട്ടോ, ദ്വാരകയാണ് നോക്കുക. അത് കണക്ട് ചെയ്യുന്നത് ഓക്ക അതുപോലെ തന്നെ ബെയ്ക്ക് ദ്വാരക ഐലൻഡിനെ കണക്ട് ചെയ്തിട്ട് നോക്കുക. സുദർശൻ ബ്രിഡ്ജ് സേതു എന്നും സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നും കൂടി ഇതിന് പേരുണ്ടെന്ന് നോക്കാം. അടുത്താണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 എവിടെ വെച്ചാൽ നടന്നതെന്ന് ചോദിച്ചാൽ ലഡാക്കിലാണെന്ന് നോക്കുക. ഇനി അതിൽ ആരൊക്കെ ജയിച്ചു എന്ന് നമുക്ക് നോക്കാം. ഒന്നാം സ്ഥാനം ആർമിക്കാണ് കിട്ടിയത്, ഇന്ത്യൻ ആർമിയാണ് ജയിച്ചത്. 10 ഗോൾഡുണ്ട്, 5 സിൽവറുണ്ട്, 6 ബ്രോൺസും ഉണ്ട്. മൊത്തം 21 വരെ നേടിയിട്ട് നോക്കാം. അതായത് 10, 5, 6. ഓക്കെ, 10, 5, 6 ഇന്ത്യൻ ആർമിയാന്ന് നോക്കാം. അടുത്താണ് കർണാടക 9, 2, 0 ആണെന്ന് നോക്കുക. പിന്നെ മഹാരാഷ്ട്ര ആണെങ്കിൽ 7, അതായത് 7 ഗോൾഡ്, 8 സിൽവർ, 6 ബ്രോൺസ്, 7 ബ്രോൺസ് ആണെന്ന് കൂടി നോക്കാം. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെ വെച്ചിട്ടാണ് ചോദിച്ചാൽ ലഡാക്കിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ ആർമിയാണ് നേടിയത്. എത്രയാണെന്ന് ചോദിച്ചാൽ 10, 5 സിൽവറും 6 ബ്രോൺസും കൂടി നേടിയിട്ടുണ്ടെന്ന് നോക്കാം. അടുത്ത കർണാടകയാണ് 9, 2, 0, അതായത് 10 ഗോൾഡ്, 2 വെള്ളി, 0 ബ്രോൺസ്. പിന്നെ 3 മഹാരാഷ്ട്രയാണെന്ന് നോക്കുക. 7, 8, 7 എന്നും കൂടി നോക്കുക. NTPC Green Energy Limited partners with Maharashtra State Power Generation Company Limited to develop renewable energy parks in. അതായത് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡും മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ കമ്പനിയും കൂടി ചേർന്നിട്ട് റിന്യൂവബിൾ എനർജി പാർക്കുകൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചു. അതെവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോവ, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി കർണാടക, ഓപ്ഷൻ ഡി മധ്യപ്രദേശ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മഹാരാഷ്ട്രയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2032 ആകുമ്പോഴേക്ക് 60 ഗിഗാവാട്ട് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ആവുക എന്നുള്ളതാണ് ലക്ഷ്യം. 2032 ആകുമ്പോഴത്തേക്കും 60 ഗിഗാവാട്ട് എനർജി ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി ആക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അടുത്താണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പവർ program implementation as partnered with the dash under the ISRO to digitize the urban frame survey using advanced geo ICT tools through Bhuvan platform. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മന്ത്രാലയത്തിൻ്റെ കീഴിൽ NSO വരുന്നു. അവരും ISROയും കൂടി സഹകരിച്ചിട്ട് ഒരു അർബൻ ഫ്രെയിം സർവേ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഏത് ജിയോ ICT ടെക്നോളജി വെച്ചിട്ട് ഭുവൻ പ്ലാറ്റ്ഫോം വഴി ജിയോ ICT ടൂൾ വഴി ഒരു അർബൻ ഫ്രെയിം സർവേ ടൂൾ അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ആരുമായി ചേർന്നിട്ടാണ് ഈ ISRO അതുപോലെ തന്നെ NSO ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ, ഓപ്ഷൻ ബി നാഷണൽ റിമോട്ട് സാറ്റലൈറ്റ് സെൻറ്റർ, ഓപ്ഷൻ സി നാഷണൽ റെയിൽവേ സെൻസിങ് സെൻറ്റർ, ഓപ്ഷൻ ഡി നാഷണൽ റിമോട്ട് സെൻസിങ് കേബിൾ. ഈ എല്ലാം നോക്കുമ്പോൾ എല്ലാണ്ട് NRSC എന്ന് പറഞ്ഞ ഫുൾ ഫോം തന്നെയാണ് വരുന്നത്. അതായത് നാഷണൽ സെൻസിങ് സെൻറ്റർ ഉണ്ട്, സാറ്റലൈറ്റ് സെൻറ്റർ ഉണ്ട്, റെയിൽവേ സെൻസിങ് സെൻറ്റർ ഉണ്ട്, റിമോട്ട്. അതായത് ഇത് നമ്മൾ ഈ ഫുൾ ഫോം ഇതിൻ്റെ ഫുൾ ഫോം കൃത്യം അറിഞ്ഞില്ലാണ്ടെങ്കിൽ ഇതേപോലെ ഓപ്ഷൻ ഇട്ടിട്ടാവും വരിക.
നമ്മൾ പഠിച്ചതുപോലും നമ്മളിത് വായിച്ചു വരുമ്പോൾ നമ്മൾ തെറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണെന്ന് നോക്കുക. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണെന്ന് നോക്കുക. ഒരിക്കലും സാറ്റലൈറ്റ് സെൻറ്ററും അല്ല, റെയിൽവേ സെൻറ്ററും അല്ല, സെൻസിങ് കേബിളും അല്ല. ഓക്കെ, അപ്പോൾ കൃത്യം ഇതിൻ്റെ ഫുൾ ഫോമും കൂടി ഒന്ന് ഓർത്ത് നോക്കുക. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ആണെന്ന് നോക്കുക. അതാണ് വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് മാൻഡേറ്റഡ് ദ റോൾ ഔട്ട് ഓഫ് ദ വൺ ടൈം സ്കീം അക്രോസ് ഓൾ ലോക്കൽ ബോഡീസ് ഇൻ ദ സ്റ്റേറ്റ്. സംസ്ഥാനത്തെ എല്ലാ നഗര തദ്ദേശ സ്ഥാപനങ്ങളിലും വൺ ടൈം സ്കീം നടപ്പാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി മഹാരാഷ്ട്ര, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി കേരള. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തെലങ്കാന ആണെന്ന് നോക്കുക. അടുത്താണ് വിച്ച് മീൻസ് ഓർഗനൈസസ് പോഷൻ ഉത്സവ് സെലിബ്രേറ്റിംഗ് ന്യൂട്രീഷൻ ടു പ്രൊമോട്ട് ഗുഡ് ന്യൂട്രീഷൻ ബിഹേവിയർ. നല്ല പോഷകാഹാര സ്വഭാവം പ്രോത്സാഹിപ്പിക്കാൻ പോഷൻ ഉത്സവ് എന്ന് പറഞ്ഞ ഉത്സവം സംഘടിപ്പിക്കുന്നത് മിനിസ്ട്രി ആണെന്നാണ്. ഓപ്ഷൻ എ ഹോം മിനിസ്ട്രി, ഓപ്ഷൻ ബി ഡിഫൻസ് മിനിസ്ട്രി, ഓപ്ഷൻ സി വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രി, ഓപ്ഷൻ ഡി ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രി. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി വുമൺ ആൻഡ് ചൈൽഡ് മിനിസ്ട്രി ആണ് നോക്കുക. അടുത്താണ് വി ആർ ഷോർട്സ്, അതായത് വി ഷോർട്സ് എന്നാണ് ഇതിൻ്റെ പേര്. അതായത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. അതാണ് ഷൊറാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഷോർട്ട് ഫോം. പൊതുവെ അങ്ങനെയാണ് വരാറ്, വി ഷൊറാഡ്സ്. അതായത് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം. ഇതെന്താണെന്ന് വിചാരിച്ചാൽ ഇത് ലോഞ്ച് ചെയ്താരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്താന്ന് ചോദിച്ചാൽ DRDO ആണെന്ന് നോക്കുക. 2 മിസൈലാണ് ഇവർ ടെസ്റ്റ് ചെയ്തത്. അത് ഒറീസ തീരത്ത് വെച്ചാണ്. ഫെബ്രുവരി 28-നും 29-നാണ് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഈ DRDOനെ പറ്റി നമുക്ക് നോക്കാം. DRDO എന്ന് പറഞ്ഞാൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ പൂർണ്ണ പേര്. ഇത് ഈ മിനിസ്റ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് DRDO, അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഡിഫൻസ് മിനിസ്ട്രീൻ്റെ ഭാഗമായിട്ട് നോക്കുക. 1958-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ ആസ്ഥാനം ഡൽഹിയാണ്. DRDO ഭവനാണ് ഇതിൻ്റെ ആസ്ഥാനത്തിൻ്റെ പേര്. ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ സവീർ കാമത്താണെന്ന് കൂടി. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം, അതായത് വി ഷൊറാഡ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ടെസ്റ്റിഫൈ ചെയ്തത് ചോദിച്ചാൽ ഒറീസയിലാണ്. ഫെബ്രുവരി 29-നാണ് ടെസ്റ്റ് ഫയർ ചെയ്തത്. DRDO ആണ് ഡെവലപ്പ് ചെയ്തത്. DRDOൻ്റെ ആസ്ഥാനം ഡൽഹിയാണ്. 1958-ലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. DRDO ഭവൻ എന്നാണ് ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ സവീർ ബി കാമത്താണെന്ന് നോക്കാം. ഏറ്റവും ഉയർന്ന ഫെർട്ടിലിറ്റി നിരക്കുള്ള രാജ്യം ഏതാണെന്നാണ്. ഏറ്റവും ഫെർട്ടിലിറ്റി നിരക്ക് കൂടുതൽ നൈഗർ ആണെന്ന് നോക്കുക. നൈജീരിയ അല്ല, നൈഗർ ആണെന്ന് നോക്കുക. 6.73 ആണെന്ന് നോക്കുക. അതേപോലെ തന്നെ രണ്ടാമത്തെ അങ്കോളയാണ്, മൂന്നാമത്തെ കോങ്കോ ആണ്. കുറച്ച് നോക്കി വെച്ചാൽ മതി. ഏറ്റവും കൂടുതൽ നൈഗറാണ്, രണ്ടാമത്തെ അങ്കോളയാണ്, മൂന്നാമത്തെ കോങ്കോ ആണെന്ന് നോക്കുക. ഇതാണ് നമ്മുടെ എല്ലാവർക്കും ഫ്രഞ്ച് പ്ലെയറാണ് ഈ പോൾ പോഗ്ബ. അദ്ദേഹത്തെ 4 വർഷത്തേക്ക് വിലക്കിയിട്ടുണ്ട് ഡോപ്പിംഗ്, അതായത് ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് ഈ പോഗ്ബേനെ 4 വർഷത്തേക്ക് വിലക്കിയിട്ടുണ്ട് എന്നും കൂടി നോക്കാം. ഈ പോഗ്ബ അപ്പോൾ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് പ്ലെയറാണ്. അതുപോലെ തന്നെ ജുവൻറ്റസിൻ്റെ താരാണെന്നും കൂടി നോക്കാം. അടുത്താണ് ബ്രിട്ടൻ്റെ രാജാവായിട്ടുള്ള ചാൾസ് മൂന്നാമൻ്റെ നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ സുനിൽ ഭാരതി മിത്തലാണെന്ന് നോക്കാം. ഭാരതി എൻ്റർപ്രൈസസിൻ്റെ ചെയർമാനായിട്ടുള്ള സുനിൽ മിത്തലിനാണ് ഈ ബ്രിട്ടൻ്റെ രാജാവായിട്ടുള്ള ചാൾസ് മൂന്നാമൻ്റെ നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയത് ആരാന്ന് ചോദിച്ചാൽ സുനിലാണെന്ന് നോക്കാം. അടുത്താണ് വേൾഡ്സ് ലാർജസ്റ്റ് സ്നേക്ക്. ഇപ്പോൾ ഈ അടുത്ത് കണ്ടെത്തിയതിൻ്റെ നമ്മുടെ അനാക്കോണ്ടേൻ്റെ പോലെ തന്നെയാണ് ഒരു സ്പീഷീസ് ആണ്. അതിൻ്റെ പേരാണ് യുനക്ടസ് അക്കിയാമ എന്നാണ് പേര്. സോ ലോകത്തെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാർജസ്റ്റ് വലിയ സ്നേക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അനാക്കോണ്ട തന്നെയാണ്. അതിൻ്റെ വേറൊരു വകഭേദം സ്പീഷീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് യുനക്ടസ് അക്കിയാമ ആണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ. നിങ്ങൾക്ക് എക്സാമിന് പഠിക്കുന്നവർക്കുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നമ്മൾ വേണം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.